സാർ, ISRO ചാരക്കേസ്, അന്നത്തെ സ്മാർട്ട് വിജയൻ എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥനാണ് അതിൻ്റെ പിന്നിൽ എന്ന് കണ്ടെത്തിയിരിക്കുകയാണ് CBI. പക്ഷെ അതിനകത്ത് നമ്മൾ കാണാത്ത വേറെ ചില കൂട്ടരുണ്ട്. അത് നമുക്കറിയാവുന്നതാണ്. അതായത് ഈ കേസ് രജിസ്റ്റർ ചെയ്യുന്നതിന് 23 ദിവസം മുമ്പ് മാധ്യമങ്ങളിൽ, അന്നത്തെ പത്രങ്ങളിൽ വാർത്തകൾ, തലക്കെട്ടുകൾ വന്നു തുടങ്ങിയാണ് ഈ കേസിനെ കുറിച്ച്. അപ്പോൾ അന്നത്തെ പത്രങ്ങൾ എഴുതിയ ഇക്കിളി കഥകളുണ്ട് ഈ ISRO ചാരക്കേസിനെ കുറിച്ചൊക്കെ. ആ പത്രങ്ങൾ യഥാർത്ഥത്തിൽ മാപ്പ് പറയേണ്ടതല്ലേ? അന്ന് ആ വാർത്ത കൊടുത്ത് നമ്പി നാരായണനെ ഭീകരനാക്കിയ പത്രങ്ങൾ മാപ്പ് പറയേണ്ടതല്ല, അവർ വല്ല പ്രായശ്ചിത്വം അത് ചെയ്തിട്ടുണ്ടോ? എൻ്റെ മലയാളിമാരും റിപ്പോർട്ടർമാരൊക്കെ ദൈവവിശ്വാസികളാണെങ്കിൽ. കാരണം നമ്പിനാരായണൻ്റെ ജീവിതത്തിൽ വലിയ ട്രാജഡി ഉണ്ടായിരുന്നു. നമ്പിനാരായണൻ മാത്രമല്ല, അതിൽ ആരോപിക്കപ്പെട്ട നമ്പിനാരായണനെ ഏറ്റവും നിരപരാധി എന്ന് തോന്നും. അപ്പം അങ്ങനെ അത് ഇതിൽ അനുഭവിക്കും. അതാണ് നമ്പിനാരായണൻ പറഞ്ഞത് പലരും അനുഭവിക്കുന്നുണ്ട് എന്ന് പറയുന്നത്. നമ്മൾ ഒരു തെറ്റും ചെയ്യാതെ നമ്മൾ ഒറ്റ ദിവസം കൊണ്ട് ഓവർനൈറ്റ് കൊണ്ട് വില്ലനാകുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ, അത് അനുഭവിച്ചവർക്ക് അത് മനസ്സിലാവുള്ളൂ. തീർച്ചയായിട്ടും ആ സമയത്ത് അയാളുടെ ഉള്ളിലുള്ള ഒരു വേദനയും നൊമ്പരമാണ്, അത് നേരിട്ട് ദൈവമായിട്ട് പടച്ചവനായിട്ട് കണക്ട് ചെയ്യും. അതായത് അറസ്റ്റ് ചെയ്ത് അതിക്രൂരമായി മർദ്ദിച്ചു എന്നാണ് പറയുന്നത്. അവസാനം ഡോക്ടർ വന്നിട്ടാണ് ഇനി മർദ്ദിച്ചാൽ അല്ല, ക്രൂരമായി മർദ്ദിച്ചത് മാത്രമല്ല, അയാളുടെ ഫാമിലി ലൈഫിൽ അതുണ്ടാക്കിയ പ്രശ്നമുണ്ട്. അയാൾ എന്തിനു ക്രൂരമായി? അയാൾ ഈ രാജ്യത്തെ നാറ്റോയിലെ ഈ പറയുന്ന അമേരിക്കയിലെ ബഹിരാകാശ കേന്ദ്രത്തിലേക്ക് പോകാതെ ഈ രാജ്യത്തെ സ്നേഹിച്ചാണോ അയാൾ ചെയ്തിട്ട്? എന്നിട്ട് ആയിരം അമേരിക്കയിൽ പോയിട്ട് സാഹിബിന് പാദചി സേവ ചെയ്യുന്ന കുറേ മുതലാളിമാരും അവരുടെ ആളുകളും കൂടി നടത്തുന്ന പല പത്രങ്ങളും ഒക്കെ തന്നെയാണ് ഇദ്ദേഹത്തെ പോലെ ഉള്ള വലിയൊരു ദേശസ്നേഹിയെ ഈ രീതിയിൽ ഭീകരനായി ചിത്രീകരിച്ചതും അദ്ദേഹത്തെ ഈ രീതിയിൽ പീഡിപ്പിച്ചതും. നമ്മുടെ നാട്ടിൽ ഒരാൾ രാജ്യത്തോട് കൂറ് വരുത്തി അയാൾക്ക് കൊടുക്കുന്ന പ്രതിഫലമാണോ ഇത്? വൈകിയെങ്കിലും നീതി കിട്ടിയത് വലിയ കാര്യം, അത് ദേശസ്നേഹികൾക്ക് വലിയൊരു ആശ്വാസമായി. ഇനിയിപ്പോൾ ദേശസ്നേഹം എന്നൊക്കെ പറയുമ്പോൾ അത് ഹിന്ദുത്വം RSS ഒക്കെ തോന്നിയെങ്കിലുണ്ടല്ലോ, പുല്ലാണ് അത്. എന്താണ് ദേശസ്നേഹം? അതായത് നിങ്ങൾ ദേശസ്നേഹം നേക്കുമ്പോൾ നിങ്ങൾക്ക് അവരെ ഓർമ്മ വരുന്നുണ്ടെങ്കിൽ അത് അവരുടെ പോസിറ്റീവായിട്ടുള്ള വൈബ് കൊണ്ടായിരിക്കും എന്ന് മാത്രമേ അക്കാര്യത്തിൽ പറയാനുള്ളൂ. അപ്പം പറഞ്ഞല്ലേ പോകണമല്ലോ, അല്ലെ? വനിതായപ്പോൾ ഒരു തമ്മന് വന്നെങ്കിൽ പറയൂ. അപ്പം വൈകിയെങ്കിലും നീതി കിട്ടി. എനിക്ക് തോന്നുന്നു അത് ഇടയ്ക്ക് BJP ഗവൺമെൻറ് വന്നുകൊണ്ടാണ് നീതി ഈ രീതി കിട്ടിയത്. പറയേണ്ടത് തന്നെ പറയണം. അത് വേറെ ഏതെങ്കിലും ഗവൺമെൻറ് എനിക്ക് തോന്നുന്നില്ല. അതിന് മറ്റെല്ലാവരെയും പേടിക്കും, മറ്റുള്ളവരെയും പീഡിപ്പിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഈ സത്യത്തിൽ ഇപ്പം ഈ പത്രസ്ഥാപനങ്ങളൊക്കെ ഇദ്ദേഹത്തിന് നിരപരാധിത്വം കൊണ്ടാടുന്നത് എന്തുകൊണ്ടാണ്? കോടതി വിധി വന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ രാജ്യദ്രോഹിയായി മരിക്കേണ്ടി വരുമായിരുന്നു അദ്ദേഹം. അതായത് സീനിയർ ബാഹുബലിനെ പോലെ ഉള്ള അവസ്ഥയായി പോവുകയായിരുന്നു. രാജ്യദ്രോഹിയായി മരിക്കേണ്ട ഒരവസ്ഥാവിശേഷം ഉണ്ടാവുകയായിരുന്നു. അത് ഒഴിവായി കിട്ടിയല്ലോ. അതെ. മാത്രമല്ല അദ്ദേഹം എനിക്കൊന്ന് മുൻജന്മത്തിന് ഏതൊരു പാവം കൊണ്ടായിരിക്കും പണി കിട്ടിയിരുന്നത്. എന്തൊരു പുണ്യം ചെയ്തുകൊണ്ടാണ് ഈ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അതൊന്ന് കലങ്ങി തിരിയുന്ന ഒരവസ്ഥ അദ്ദേഹത്തിന് കാണാൻ പറ്റും. പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പറ്റിയിട്ടുള്ള വ്യക്തി ജീവിതത്തിൽ ഉണ്ടായ ആ കാലം കടന്നു പോകാൻ അത്ര എളുപ്പമൊന്നുമല്ല. അതും ഇതേപോലെ ഒരു ഇന്ത്യയിലെ ഒരു ബ്രാഹ്മണ ഒരാൾ രാജ്യദ്രോഹി എന്ന് സ്വന്തം സമുദായത്തിനുള്ളിൽ തന്നെ ആൾ സംശയിക്കുന്ന ഒരവസ്ഥ. ബ്രാഹ്മണ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തെ കണ്ടിട്ട്, നമ്പി എന്നൊക്കെ പറയുമ്പോൾ. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട വ്യക്തിയുണ്ട്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം തന്നെ അതികായനായി നിന്ന ഒരു മനുഷ്യൻ, അതുപോലെ നമുക്ക് ഇതിഹാസ തുല്യനായ രാഷ്ട്രീയക്കാരൻ എന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ ഗ്രാഫ് താഴേക്ക് പോയി തുടങ്ങുന്ന ഈ ചാരക്കേസോട് കൂടിയാണ്. അദ്ദേഹത്തിന്റെ കരുണാകരൻ അദ്ദേഹത്തിന്റെ കാര്യത്തിൽ സംഭവിച്ചതാണ്. കരുണാകരൻ സാർ ചെയ്തതിനൊന്നും അദ്ദേഹം ശിക്ഷിക്കപ്പെട്ടിട്ടില്ല. ഇതൊന്നും അടിയന്തര കാലത്ത് കുറേ അട്രോസിറ്റീസ് ഉണ്ടായിട്ടുണ്ട്. ഇൻഡയറക്റ്റ്ലി അദ്ദേഹം കാരണക്കാരാണ്, ഡയറക്റ്റ്ലി അല്ലെങ്കിൽ പോലും. രാജ്യം കേസ് ഉൾപ്പെടെയുള്ള കേസുകളുണ്ട്. പക്ഷേ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാലും കർമ്മത്തിൽ നമ്മൾ ചെയ്യാത്തൊരു കാര്യത്തിനായിരിക്കും നമ്മൾ അനുഭവിക്കേണ്ടി വരും. അതാണ് അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ ഈ കാര്യത്തിൽ അദ്ദേഹം ശിക്ഷിക്കപ്പെട്ടായിരുന്നില്ല. ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ കേസ് ഇത്രയും വേഴ്സാവാൻ ഒരു കാരണം കരുണാകരൻ സാറാണ്. ഇതെന്ന് ബേസിക്കലി തനിനിറം പോലുള്ളൊരു പത്രം റിപ്പോർട്ട് ചെയ്തൊരു മഞ്ഞ കേസാണ്. മനസ്സിലായില്ലേ? 2 ഫോറിൻ വനിതകൾ പറ്റിയിട്ട് ഒരു പോലീസ് ഓഫീസറിന് തോന്നിയിട്ടുള്ള അയാളുടെ പിന്നെ എന്താ പറയുക, ഒരു വൃത്തികെട്ട മനസ്സിലുണ്ടായിട്ടുള്ള ഒരു കാര്യമാണത്. എൻ്റെ പോലീസ് കമ്മ്യൂണിറ്റി അയാൾ ഓൺ ചെയ്യുന്നില്ല, അവരൊന്നും ഇപ്പോൾ അടുപ്പിക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. അപ്പം അത് തനിനിറം പോലെ പത്രം റിപ്പോർട്ട് ചെയ്യുന്നു. ആ സമയത്ത് കരുണാകരൻ സാറിന് എങ്ങനെ മാറ്റണമെന്ന് എ ഗ്രൂപ്പ് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്ന് വെച്ചാൽ അവരിങ്ങനെ നിൽക്കുമ്പോൾ എന്ന് വെച്ചാൽ അപ്പോൾ ഇങ്ങനെ ഒരു കേസ് വരുന്നു. അപ്പോൾ മാതൃഭൂമി അവസാന നിമിഷം വരെ ഇത് ന്യൂസ് ചെയ്യാതിരുന്നത് സണ്ണിക്കുട്ടി ചേട്ടനായിരുന്നു അന്ന് ചാർജ്. അപ്പോൾ സണ്ണിക്കുട്ടി ചേട്ടൻ്റെ ഇതിൻ്റെ ഒരു കാര്യം, ഇത് വലിയ കാര്യമൊന്നുമില്ല. പക്ഷേ അവസാനം സണ്ണിക്കുട്ടി ചേട്ടനെ മാറ്റി മാതൃഭൂമി. കാരണം അല്ല മറ്റു മനോരമ സീരിയലൈസ് ചെയ്യല്ലേ, പത്രം സിനിമയിലല്ലേ പറഞ്ഞത്. പത്രം സിനിമയിൽ പറയുന്നുണ്ടല്ലോ, ഈ കുറേ സുന്ദരിമാര് നമ്മൾ
സയൻറ്റിസ്റ്റുകൾ താമസിച്ച് ഹോട്ടൽ അമേരിക്ക താമസിച്ച് അവൻ സുരേഷ് ഗോപിക്ക് അതിനെന്താ അല്ല എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാമല്ലോ, അങ്ങനല്ലേ നമ്മുടെ സർക്കുലേഷൻ കൂട്ടുക എന്ന് പത്രം സിനിമയെ പറയുന്ന പോലെയാണ്. മനോരമയ്ക്ക് ഇങ്ങനെ സീരിയലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. അപ്പം പിന്നെ മാതൃഭൂമിക്ക് പിടിച്ചേക്കാൻ പറ്റില്ല. മാതൃഭൂമി പുതിയ ടീമിനെ കൊണ്ടുവന്ന് അവരും അതിന് പിന്നെ ഏഷ്യാനെറ്റ് കഴിഞ്ഞാൽ പിന്നെ മാതൃഭൂമിയാണ് അത് മര്യാദ കാണിച്ചത്. ഏഷ്യാനെറ്റാണ് പൂർണ്ണമായും മര്യാദ കാണിച്ചത്, അവസാനം സേവ് ചെയ്തത്. അപ്പോൾ കരുണാകരൻ സാറിനെ മാറ്റേണ്ട ഒരു വിഷയം അതിൻ്റെ കരുണാകരൻ സാർ ആ പോലീസുകാരായിട്ട് നല്ല ബന്ധമായിരുന്നല്ലോ. അന്ന് ആ പിന്നെ DGP ഉണ്ടായിരുന്ന ശ്രീവാസ്തവ. അപ്പോൾ ശ്രീവാസ്തവ ഒരു കോൺട്രവേഴ്ഷ്യൽ ഓഫീസറായിരുന്നു, പക്ഷെ കരുണാകരൻ സാറുമായിട്ട് നല്ല ബന്ധമായിരുന്നു. അപ്പം ഈ അവസാനം ഇവരുണ്ടാക്കിയ കഥകൾ ശ്രീവാസ്തവയിൽ ചെന്ന് നിൽക്കുന്നു. ശ്രീവാസ്തവയിൽ ചെന്ന് നിന്നപ്പോൾ ശ്രീവാസ്തവനെ പുറത്താക്കണമെന്ന് പറയുന്നത് കരുണാകരൻ സാറിന് പറ്റില്ല. അദ്ദേഹത്തിന് അങ്ങ് കൈയൊഴിഞ്ഞാൽ മതിയായിരുന്നു. ശ്രീവാസ്തവ ജീവിച്ചു പോവുകയായിരുന്നു. അയാൾ ഇവിടെ പോയി ജീവിക്കുന്ന അയാളിപ്പോൾ തെളിയിച്ചിട്ടില്ലേ. അയാൾ അത് കഴിഞ്ഞിട്ട് LDF വന്നപ്പോൾ LDFന്റെ മുഖ്യ ഉപദേശകനായി. അപ്പോൾ കരുണാകരൻ സാറിന് പറ്റിയെന്ന് വെച്ചാൽ അത് ആവശ്യമില്ലാത്ത കുറേ കമ്മിറ്റ്മെന്റ് കാണിച്ചു കളഞ്ഞു. അല്ലെങ്കിൽ അദ്ദേഹം ഈ വിഷയത്തിൽ എന്ന് വെച്ചാൽ ഈ പറയുന്നതിനെ പോലെ ഈ കരുണാകരനെതിരെയുള്ള A ഗ്രൂപ്പിന്റെ മൂവ്മെന്റാണ് സത്യത്തിൽ ഇതിനെ ആളിക്കത്തി ഇത്രയും വലിയ വിഷയമാക്കിയത്. അതോടുകൂടി പല ആളുകൾക്കും പല താല്പര്യങ്ങളും ഉയർന്നു. ഈ ഇവരെല്ലാവരും പത്രക്കാർക്കും അവരെ റേറ്റിംഗ് കൂട്ടണം, A ഗ്രൂപ്പിന് ഇദ്ദേഹത്തെ മാറ്റണം. പ്രതിപക്ഷത്തിനാണെങ്കിൽ എന്താണ്, പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഈ പറയുന്നതിനുമായി ഭരണപക്ഷത്തെ താഴടിക്കണം. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് IB ഇതിൽ ഇടപെടുന്നു. അപ്പം IB ഇടപെടുന്ന സ്വാഭാവിക എന്തെങ്കിലും വശം ഉണ്ടോ എന്ന് അവർക്ക് ചെക്ക് ചെയ്യേണ്ട ആവശ്യമായിട്ടുണ്ട്. അപ്പം അവസാനം എന്തോ ഒരു ഭാഗത്തിരിക്കുന്നു AP അബ്ദുൽ കലാം മറ്റോ ആണെന്ന് തോന്നുന്നു. നമ്മളെ ഇയാളുണ്ടല്ലോ ശേഖർ ഗുപ്ത ഇതിനെപ്പറ്റി പഠിക്കാൻ വേണ്ടി ഇന്ത്യ ടുഡേ എന്ന് മൂപ്പരുണ്ടായിരുന്നത്. ഇതിനെ പഠിക്കാൻ വേണ്ടി ഡൽഹിയിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പം അന്ന് APJ അബ്ദുൽ കലാം ഈ ഇതിലുണ്ട് ഈ ഫ്ലൈറ്റിലുണ്ട്. അപ്പോൾ അദ്ദേഹത്തോട് ഇദ്ദേഹം ചോദിക്കുന്നു, സാർ ഇതിലെന്തോ കാര്യമുണ്ടോ? അപ്പോൾ സാറ് എന്ന് ഈ ക്രയോജനിക് സാങ്കേതിക വിദ്യയായിട്ട് ബന്ധപ്പെട്ട ടെക്നോളജി എല്ലാം തന്നെ ഇപ്പം ഓപ്പണാണോ? എല്ലാവർക്കും അറിയാം അത് ഓപ്പണാണ്, അത് പ്രത്യേകിച്ച് അതിലൊന്നും വെളിപ്പെടുത്താനില്ല. അപ്പോൾ ഇതിൽ കള്ളമുണ്ടോ എന്ന് ശേഖർ ഗുപ്ത ചോദിക്കുന്നു. അത് നിങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിക്കുമെന്ന് സാറ് പറയുന്നു. അങ്ങനെയാണ് ശേഖർ ഗുപ്ത ഇതിൻ്റെ പിന്നാലെ പോകുന്നത്. അങ്ങനെയാണ് ഇവിടെ ജേക്കബ് ജോസ് സാറൊക്കെയാണ് പിന്നെ ഇവർ പോകുന്നു, പിന്നെ മൈത്രേയൻ ഇടപെടുന്നു, ഗോപകുമാർ ഇടപെടുന്നു, ഇവരൊക്കെ ഇദ്ദേഹത്തെ പോയി കാണുന്നു. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ സംവിധാനത്തിൻ്റെ വേഷം കിട്ടുന്നത്. ഇതിനിടയ്ക്ക് വേറെ സംഭവം ISROയിൽ ഉണ്ടായിട്ടുള്ള പടലപ്പിണക്കങ്ങളും ഈഗോയും മത്സരം ഉണ്ടാവുമല്ലോ, ഇതും ഇതിൽ കോൺട്രിബ്യൂട്ട് ചെയ്തു. ഇങ്ങനെ ഒരുപാട് ഘടകങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ട്, കാരണം ഇവർ ഫോറിൻ നാഷണലാണ് ഈ ലേഡി. അതിൽ ഒരാൾക്ക് അവിടെയുള്ള പിന്നെ ഏതോ ഒരു ഗവൺമെൻറ്റായിട്ട് ബന്ധമുണ്ട്. അവിടെ പിന്നെ 2 ഫാക്ഷൻ ഉണ്ടല്ലോ, മാലദ്വീപിൽ എന്നും 2 ഫാക്ഷൻ ഉണ്ടാവും. അവിടെ മുമ്പ് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായ സമയം ഇന്ത്യൻ പട്ടാളം ഇടപെട്ടാണ് നമുക്ക് അനുകൂലമായിട്ടുള്ള പ്രസിഡന്റിനെ അവിടെ പുനഃസ്ഥാപിച്ചത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ബാംഗ്ലൂർ കണക്ഷൻ ആ ലേഡിക്കുണ്ട്. അപ്പോൾ ഇവരൊക്കെ തന്നെ ഏതായാലും ISRO ഓഫീസർമാരാണ്. ഇങ്ങനെയുള്ള ലേഡീസാണ്, ഫോറിൻ നാഷണൽസ് ആണ്. അവരൊക്കെ വലിയ വലിയ ഹോട്ടലിലൊക്കെ പോകുന്നുണ്ടാവും. ഏതോ സമയത്ത് ഏതോ ഹോട്ടലിലൊക്കെ ഒരു പക്ഷേ അങ്ങ് പിന്നെ ഒരേ സമയത്ത് ഉണ്ടായിരിക്കാം. ഇതൊക്കെ ആയിരിക്കാം പിന്നെ ഇവരെ കണക്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ അതിന് കാരണമായി നമുക്കറിയില്ല, ഇൻ ഡീറ്റെയിൽസ് നമുക്കറിയില്ല. ഏതായാലും ഇതൊക്കെ കണ്ടുകൊണ്ട് ഒരു സ്റ്റോറി ഉണ്ടാക്കുകയായിരുന്നു, കുക്ക് ചെയ്യുമായിരുന്നു ഈ സ്റ്റോറി. അതിന് രാജ്യം കൊടുത്ത വില എന്ന് വെച്ചാൽ ഇപ്പം നമ്പിനാരായണൻ ജയിലിലായതുകൊണ്ട് സാങ്കേതിക വിദ്യ പിന്നോട്ട് പോയോന്ന് വെച്ചാൽ അതെനിക്കറിയില്ല അതിനെപ്പറ്റി. അദ്ദേഹം അവിടുത്തെ ഒരു ഇന്റേണൽ ആയിട്ടുള്ള മികച്ച ശാസ്ത്രം ക്രയോജനിക് സാങ്കേതിക വിദ്യ ഇവിടെ എത്തിക്കുന്ന വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു വെച്ചാൽ അദ്ദേഹം അവിടെയുള്ള ഈ ഇൻഫൈറ്റ് കൊണ്ട് അദ്ദേഹം VRS എടുക്കാൻ തീരുമാനിച്ചിരിക്കുന്ന ഘട്ടമായിരുന്നു അത്. ഏതായാലും അദ്ദേഹം ചെയ്യേണ്ട കോൺട്രിബ്യൂഷൻ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ ഗൈഡൻസ് കൂടി ഉണ്ടെങ്കിൽ കുറച്ചുകൂടി വേഗം നമുക്ക് കിട്ടാൻ ഒരുപക്ഷെ സാധ്യത ഉണ്ടാവും. ഐ നോട്ട് ഷുവർ അബൌട്ട് ദാറ്റ്. അദ്ദേഹത്തിന് പക്ഷെ ചെയ്ത സേവനം തന്നെ മഹത്തരമാണ്. ക്രയോജനിക് സാങ്കേതിക വിദ്യ ഇന്ത്യയിൽ അന്നത്തെ കാലത്ത് എത്തിക്കുക എന്ന് വെച്ചാൽ റഷ്യ തരലില്ലെന്ന് അമേരിക്ക വന്നു. റഷ്യ ഇല്ലാതായി പോയി. റഷ്യ തരാമെന്ന് പറഞ്ഞായിരുന്നു, അമേരിക്ക കൊടുക്കലെന്ന് പറഞ്ഞു. റഷ്യക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ അത് സ്മഗിൾ ചെയ്യായിരുന്നു, പാകിസ്ഥാനുമായി സ്മഗിൾ ചെയ്തല്ലേ കൊണ്ടുവന്നത്. അപ്പം അതിൽ അങ്ങനെ സംശയിക്കില്ല എന്നുള്ളതുകൊണ്ട് അതിലൊക്കെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുള്ള ആളാണ്. അതറിയുന്നത് കൊണ്ട് ഇപ്പം മോഡിയൊക്കെ ആർക്കെങ്കിലും ഒരു അവാർഡ് കൊടുക്കുകയാണെങ്കിലോ പിന്നെ ആദരിക്കുകയാണെങ്കിൽ അതിനെ ഫുൾ ഫാക്ട് ചെക്ക് ചെയ്തിട്ട് അദ്ദേഹം ചെയ്യുള്ളൂ. അപ്പം മോഡി ഗവൺമെൻറ് ഉള്ള സമയത്താണ് അദ്ദേഹത്തിന് അവാർഡ് പത്മഭൂഷണോ ഒക്കെ പത്മശ്രീയൊക്കെ കിട്ടുന്നത്. അപ്പോൾ അതിന് പിന്നിൽ സ്വാഭാവികമായിട്ട് ഇദ്ദേഹം വഹിച്ച ഒരു എന്താണ് ചെയ്തിട്ടുള്ള സേവനം അത് അവർക്ക് മനസ്സിലായതുകൊണ്ടാണ്. പക്ഷെ ചിലർക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഇപ്പോഴും അവർ പറയുന്നത് വെച്ചാൽ അതിലെന്തോ ഉണ്ട്, നരസിംഹറാവുവിൻ്റെ മോന് വേണ്ടി രക്ഷപ്പെടുത്തി കൊടുത്തതാണ്. അങ്ങനെ നിങ്ങൾക്ക് LS ആയിട്ട് എന്ത് കഥയുണ്ടാക്കാം. ഇത് ഫൈനലി അന്വേഷണ ഏജൻസികളെല്ലാം ക്ലിയർ ആക്കി ചില ആളുകൾക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ട്. അപ്പോൾ ഇത് സത്യത്തിൽ നമ്പിനാരായണൻ പലതിൻ്റെയും ഇരയായി മാറുന്നു. ഒന്ന് കരുണാകരൻ സാറിനെതിരെയുള്ള മൂവിൻ്റെ ഇര, ഒന്ന് ഒരു പോലീസ് ഓഫീസറുടെ ഈഗോയുടെ പ്രശ്നം, വേറൊന്ന് ISROയിൽ ഉണ്ടായിരുന്ന ഇൻഫൈറ്റുകളുടെ പ്രശ്നം. ഭാഗ്യത്തിന് അബ്ദുൽ കലാം സാറിനെ പോലെ മനസ്സിൽ നന്മയുള്ള ഒരാൾ അദ്ദേഹം സത്യസന്ധമായിട്ട് സംസാരിച്ചു എന്നുള്ളതാണ്. ശേഖർ ഗുപ്തയുടെ അദ്ദേഹം ഇത്രേ പറഞ്ഞിട്ടുള്ളൂ, നിങ്ങൾ അന്വേഷിച്ചോളൂ. അപ്പം ഇത് ആകെപ്പാടെ
ഈ ടെക്നോളജിയൊക്കെ ഓപ്പൺ മാർക്കറ്റിൽ ലഭ്യമാണ്, എല്ലാവർക്കും അറിയാം. ഇപ്പം നെറ്റിൽ അടിച്ചു നോക്കിയാൽ കിട്ടും. ടെക്നോളജി അല്ല പറയും. ഇതിപ്പം ഒരു റോക്കറ്റ് ഏത് പൊസിഷനിൽ വിട്ട് കഴിഞ്ഞാലാണ് അത് കൃത്യമായിട്ട് അത് പിന്നെ ഭ്രമണപഥത്തിലെത്തി ആക്ട് ചെയ്ത് പിന്നെ അത് പ്രവർത്തിച്ചു കൊടുക്കുക, ഇത്തരം കാര്യങ്ങളാണ് രഹസ്യമായിട്ടുള്ളത്. അത് ഫ്രാൻസ് അങ്ങനെയുള്ള രാജ്യങ്ങൾക്കേ അതുള്ളൂ. അപ്പം അത് നിരന്തരമായ പരീക്ഷണങ്ങളിലൂടെ അത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അത്തരം കാര്യങ്ങളൊന്നും നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല. ഇത് വിട്ട് കഴിഞ്ഞാലല്ലേ അത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് എന്നിട്ട് പറഞ്ഞതെന്ന് വെച്ചാൽ ചോറ്റുപാത്രത്തിൽ പിന്നെ ഈ രേഖകൾ കടത്തിയത്. ഈ പറയുന്ന ക്രയോജനിക് സാങ്കേതിക വിദ്യയായിട്ട് ബന്ധപ്പെട്ട പേപ്പർ നിങ്ങൾ ഇന്റർനെറ്റ് അടിച്ചു നോക്കിയ സാധനം കിട്ടും. എങ്ങനെ ഒരു ക്രയോജനിക്, എങ്ങനെ രാംജെറ്റ് ഉണ്ടാക്കാം, എങ്ങനെ പിന്നെ സ്ക്രാംജെറ്റ് ഉണ്ടാക്കാം, എങ്ങനെ ക്രയോജനിക് എഞ്ചിൻ ഉണ്ടാക്കാം, ഇന്റർനെറ്റ് കിട്ടും. അന്നുണ്ട്. ഇപ്പോൾ ഇന്റർനെറ്റ് ഇവിടെ എപ്പോഴാണ് വ്യാപകമായിട്ടുള്ളൂ, അമേരിക്കയിലൊക്കെ അന്നേ വ്യാപകമാണ്. അപ്പോൾ ഇന്റർനെറ്റ് കിട്ടും. നിങ്ങൾ നോക്കിയാൽ മതി, ഒരു 2 വലിയ ടെമ്പോവാൻ അർത്ഥമുള്ള പേപ്പർ ഉണ്ടാവും. അതാണ് ഈ പറഞ്ഞിട്ടുള്ള ചോറ്റുപാത്രത്തിൽ കൊടുക്കാൻ പറ്റും. ഇന്ന് ആംഗിൾ അയച്ചാൽ കിട്ടും എന്നുള്ളത്. അന്ന് ആ ആംഗിൾ അയക്കണേ ആദ്യം സാധനം വിടണ്ടേ? അങ്ങനെ തീർത്തും ഇല്ലോജിക്കലായിട്ടുള്ള ഒരു കേസാണ്. ലോകത്ത് ഒരു രാജ്യത്തും ഇങ്ങനെ ഉണ്ടാവില്ല. ലോകത്ത് ഒരു രാജ്യത്തും ഇങ്ങനെ കേസ് ഉണ്ടാവില്ല. ഇത് അദ്ദേഹത്തിന് നമ്പിനാരായണൻ്റെ ഒരു എന്താ പറയുക, ഒരു ദുര്യോഗം. പിന്നെ ഇന്ത്യൻ സ്പേസ് സയൻസിന് അന്നൊരു സ്വാഭാവികമായിട്ടും ഇപ്പം അദ്ദേഹത്തിന് ജയിലായതുകൊണ്ട് ആ പ്രോസസ്സിൻ്റെ സ്പീഡ് കൂടിയോ കുറഞ്ഞോ നമുക്കിപ്പോഴും വ്യക്തതയില്ല. അതായത് പിന്നെ കുറച്ചു കാലം കഴിഞ്ഞിട്ടാണ് പിന്നെ അതിൻ്റെ പ്രോസസ്സ് മുന്നോട്ട് പോയത്. പക്ഷേ നമ്മുടെ ഈ പറയുന്ന എന്താണ് ബഹിരാകാശ ഗവേഷണങ്ങൾക്കെല്ലാം ഭയങ്കര, ഇപ്പോൾ സോളാർ കേസ് വന്നപ്പം സോളാർ സെല്ലുകൾ സ്ഥാപിക്കാൻ ആളുകളൊന്നും മടിച്ചിരുന്നു. ആ ഇൻഡസ്ട്രിക്ക് ഒരു മുറയെ നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടായിരുന്നു. ആ രീതിയിൽ അതിൻ്റെ മുറയെ നഷ്ടപ്പെടുന്നതിനും ആളുകൾക്ക് ഈ ശാസ്ത്രജ്ഞന്മാരെയൊക്കെ തന്നെ ഒരു നെഗറ്റീവായി കാണുന്ന രീതിയിലേക്കൊക്കെ പോകാൻ അത് കാരണം. ശാസ്ത്രജ്ഞൻ എന്ന് പറയാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ കന്യാസ്ത്രീകളായിട്ട് ബന്ധപ്പെട്ട് ചില വിഷയങ്ങൾ വന്ന ആളുകൾ വിചാരം ലോകത്തുള്ള കന്യാസ്ത്രീകളെല്ലാം നെഗറ്റീവായി കാണുന്ന സംഭവം ഉണ്ടല്ലോ. ഇതാണ് നമ്മൾ മീഡിയാസിൻ്റെ പ്രശ്നം. ഇത് സൂക്ഷിച്ച് കണ്ട് കൈകാര്യം ചെയ്തിട്ടില്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾ മതി. ഒരു സിനിമാ നടനായിട്ട് ബന്ധപ്പെട്ട് പ്രശ്നം വന്നാൽ സിനിമാ നടനെല്ലാം പ്രശ്നം, ഒരു പള്ളിയിലച്ഛനായിട്ട് ബന്ധപ്പെട്ട് മുസ്ലിമായിട്ട് ബന്ധപ്പെട്ട് പ്രശ്നം വന്നാൽ അവരൊക്കെ മോശക്കാരെ ചിത്രീകരിക്കുന്ന പരിപാടി ഉണ്ടല്ലോ. അങ്ങനെ ചിത്രീകരിക്കുന്ന രീതിയിലേക്ക് പോകുന്ന റിപ്പോർട്ടിങ് അത് നമ്മൾ സൂക്ഷിക്കണം. അതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.